ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 17-ാം തീയതി നടന്ന SSC GD 2022, അതായത് 17/1/2023 നടന്ന ഷിഫ്റ്റ് 3 ആണ് ചെയ്യുന്നത്. മാത്സിലെ എല്ലാ പ്രോബ്ലവും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നേരത്തെ ആദ്യം എന്താണ് ബോട്ട് മാസ് റൂൾ വെച്ച് നോക്കുമ്പോൾ ഓഫ് വേണം ആദ്യം ചെയ്യാൻ. അപ്പോൾ 13/5 × 5/32 ചെയ്യുമ്പോൾ എന്താ 5 കട്ട് ചെയ്ത് പോയി. അതുപോലെ 13 × 4 ചെയ്യുമ്പോഴാണ് 52 വരുന്നത്. അപ്പം ഇവിടെ 4 വന്നു. അപ്പോൾ ഇത് എടുത്തെഴുതുമ്പോൾ എങ്ങനെയാണ് 7/4 ഡിവൈഡഡ് ബൈ 1/4 വരും. ഇനി താഴെ എന്താ സംഭവിക്കുക? താഴെ എന്താണ് ഓഫ് വരുന്നതാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ 5ഉം 15ഉം വെട്ടിപ്പോയി. ഇവിടെ 3 വന്നു. അപ്പോൾ 14 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 42 വരും. ഡിവൈഡഡ് ബൈ 11, ഈ 13/11 അതുപോലെ എടുത്ത് എഴുതി. ഇനി 7/4 ഡിവൈഡഡ് ബൈ 1/4 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 1/4നെ എടുത്ത് റെസിപ്രോക്കൽ ആക്കിയിട്ട് 7/4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇൻറ്റു 4/1 വരും. താഴെ എന്ത് തന്നെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് 13/11 ഹോൾ ഡിവൈഡ് ബൈ 42/11 എന്ന് പറയുമ്പോൾ 42/11 എടുത്ത് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് 13/11 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഇവിടെ ഇൻറ്റു 11/42 വരും. ഇൻറ്റു 11/42 വരും. അപ്പോൾ ഇവിടെ 4ഉം 4ഉം കട്ട് ചെയ്ത് പോയി. 11ഉം 11ഉം കട്ട് ചെയ്ത് പോയി. അപ്പോൾ മുകളിൽ എന്താ 7/1 ഹോൾ ഡിവൈഡ് ബൈ 13/42 വരും. അപ്പോൾ ഇവിടെ എന്താ 7/13/42 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? 7 × 42/13 വരും. ആൻസർ എത്രയാണ്? 294/13 വരും. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 10/86. പിന്നെ പറഞ്ഞേക്കുന്നത് അതിനകത്ത് ചെറിയ നമ്പറിന് വെൻ വി ഡിവൈഡ് ദ ലാർജർ നമ്പർ ബൈ സ്മോളർ നമ്പർ, അതായത് വലിയ നമ്പറിനെ ചെറിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ക്വോഷ്യൻറ്റും 6 റിമൈൻഡറും കിട്ടുന്നത്. എങ്ങനെയാണ്? ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം x - y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10/86 എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്താ എക്സ് വലിയ സംഖ്യയും y ചെറിയ സംഖ്യയായിട്ട് എടുക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ലോങ് ഡിവിഷൻ മെത്തേഡ് എക്സിനെ y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം ക്വോഷ്യൻറ്റ് 6 കിട്ടി, റിമൈൻഡർ 6 കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റുന്നത്? x = y × 6 + 6 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ എക്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എനിക്ക് ഈ എക്സിൻ്റെ അവിടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അതായത് 6y + 6 - y എന്ന് പറയുന്നത് എത്രയാണ്? 10/86. ഇതിന് y സോൾവ് ചെയ്തെടുക്കുമ്പോൾ എത്രയാണ്? 5y എന്ന് പറയുന്നത് = 10/86 - 6 വരും. അപ്പോൾ 10/80 വരും. വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 10/80/5 ചെയ്യുമ്പോൾ 216 വരും. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം വൈയുടെ വാല്യൂ 216 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 10/86 216 മൈനസ് ചെയ്ത് വിട്ടാൽ മതി. മൈനസ് ചെയ്ത് വിടില്ല, കൂട്ടി വിട്ടാൽ മതി. എത്ര? 1302 എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ പുള്ളി ചിലവഴിക്കുന്ന ഡിനോമിനേഷനാണ് തന്നേക്കുന്നത്. ഫുഡ്, ക്ലോത്തിങ്, പിന്നെ എഡ്യൂക്കേഷന്. അപ്പം തന്നേക്കുന്ന എന്താ? ഫുഡ്, ക്ലോത്തിങ്, എഡ്യൂക്കേഷൻ. ഇനി ഫുഡിൽ ഇയാളെന്താ ചിലവഴിക്കുന്നത്? 31% ഫുഡ് ചിലവഴിക്കുന്നത്. ക്ലോത്തിങ്ങിൽ 9%. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനും ചിലവഴിച്ചിട്ട് ബാക്കി ഉള്ള റിമൈനിങ് 1/3% എഡ്യൂക്കേഷൻ ചിലവഴിക്കുന്നത്. നമുക്ക് ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 100% എടുക്കാം.
100% എടുത്തു കഴിയുമ്പം 31% ഫുഡിന് ചിലവഴിക്കും. അപ്പം 31% ഫുഡിന് ചിലവഴിക്കും. പ്ലസ് 9% എത്ര? 31 9 കൂടെ കൂട്ടിയാൽ 40% ഇയാൾ ഫുഡിനും ക്ലോത്തിനും കൂടെ ചിലവഴിക്കുന്നത്. ബാക്കി എത്ര? 60%. 60%ത്തിൻ്റെ 1/3 എടുക്കുമ്പോൾ എത്ര? 20% കിട്ടും. 20% ഇയാളെന്താണ്? പിള്ളേരുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. അപ്പം 31 9 40 40 20 60% ഇയാളുടെ സാലറിയിൽ നിന്ന് ഫുള്ള് ചിലവഴിച്ച് പോകുന്നത്. അപ്പം 100 60 പോയാൽ എത്രയാണ്? 40 കിട്ടും. ഈ 40% വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്? 4500 ആണെങ്കിൽ 100% വാല്യൂ കണ്ടുപിടിച്ചാൽ ആൻസറായി. അയാളുടെ ഇൻകം എത്രയാണ്? 100%. ഇവിടെ 0 വെട്ടിപ്പോയി. 450/4 ചെയ്യുമ്പോൾ എത്രയാണ്? 112.5 വരും. 112.5 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 112.5. അങ്ങനെയാണെങ്കിൽ 100 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 11,250 കറക്റ്റ് ആൻസർ വരിക. 11,250. എവിടെ തെറ്റിപ്പോയല്ലോ? ഇത് ഇവിടെ നോക്കി. ഹീ സേവ്സ് 4,500 പെർ മന്ത് വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ദ ബാലൻസ് ആഫ്റ്റർ സ്പെൻഡിങ് ഓൺ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് 40% അല്ല 4,500. ബാലൻസ് എത്രയാണ്? അതായത് സേവിങ്സ് 40%, പക്ഷേ 40%ത്തിൻ്റെ പകുതിയാണ് 2,500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 40%ത്തിൻ്റെ പകുതി എത്രയാണ്? 20%. അപ്പം 20%ത്തിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്ത്? 4,500. ഇവിടെ എന്താ സംഭവിച്ചത്? ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് നോക്കിയിട്ട് അതാണ് സംഭവിച്ചത്. 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 225. 100 യൂണിറ്റിൻ്റെ വാല്യൂ 22,500 വരും. നേരത്തെ എഴുതാൻ ഇരട്ടി എടുത്താൽ മതി. നേരത്തെ കിട്ടിയതിൻ്റെ ആൻസറിൻ്റെ ഇരട്ടിയാണ് ഇത്. മറ്റേ ഹാഫ് കണ്ടില്ല, അതാണ് പ്രശ്നം പറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5,000 രൂപയാണ്. 20% ആദ്യം ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എത്രയാണ്? 80/100 വരും. ബാക്കിയുള്ളത് 80/100 വരും. 5×8 40 കഴിഞ്ഞ് 3 0 ഇട്ട് കഴിഞ്ഞാൽ 4,000 രൂപയാണ് ആദ്യത്തെ ഓഫർ കഴിയുമ്പോൾ സാധനത്തിൻ്റെ വില. പിന്നെ പുള്ളി എന്താണ് ബാർഗെയിൻ ചെയ്തെന്ന് പറഞ്ഞു. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എത്രയോ ഓഫർ കൊടുത്തു. എന്നിട്ട് 3,600 കച്ചവടമാക്കി. അപ്പം ആ ഓഫർ എത്ര കൊടുത്തതെന്നാണ് ചോദിച്ചത്. അപ്പം 4,000-ൽ 400 രൂപ കുറഞ്ഞ് 400 രൂപ കുറഞ്ഞു. എത്രയാണ്? 4,000 × 100. ഇവിടെ 1 10. അപ്പോൾ 1/10 × 100 എന്ന് പറയുന്നത് 10% പിന്നീട് ഡിസ്കൗണ്ട് കൊടുത്തത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 2,000 രൂപ മാർക്ക് ചെയ്ത സാധനം ഈ പുള്ളിക്കാരി വാങ്ങിച്ചുകൊണ്ട് പോയ എത്ര? 16, 19, 20 പൈസയ്ക്കാണ്. അതിനകത്ത് 2 ഡിസ്കൗണ്ടാണ് സക്സസീവായിട്ട് കൊടുത്തത്. അതിനകത്ത് ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 8% കൊടുത്തു. പ്ലസ് എത്രയോ കൊടുത്തു, അത് എത്രയാണെന്ന് അറിയത്തില്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2,000-ൽ ആദ്യം എത്രയാണ്? ആദ്യം 8% കൊടുത്തു. അപ്പം 8% കൊടുത്തു കഴിയുമ്പോൾ ബാക്കി എത്രയാണ്? 20 × 8 വരും. 20 × 8 വരുമ്പം 16, 160 കുറയും. 2,160 പറഞ്ഞാൽ 2,100 പറഞ്ഞാൽ 1,900. 1,900 പിന്നെ ഒരു 60 കൂടെ കുറയും. അപ്പോൾ ബാക്കി എത്രയാണ്? 1,840 വരും. ഇതാണ് ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടുന്നത്. പിന്നെ ഒരു ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 1,619 രൂപയ്ക്ക് 20 പൈസയ്ക്കാണ് വിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ 18 40 16 19.25 2 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 220.8 വരും. നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയിട്ടുണ്ട്. അപ്പം 220.8 / 18 40 × 100 ചെയ്യുക. ഇവിടെ 0 കട്ട് ചെയ്തു. അതായത് 2,208 / 184 ചെയ്താൽ മതിയാവും. ഇവിടെ 184 × 10 ചെയ്യുമ്പോൾ എത്രയാണ്? 1,840 വരും. നമുക്ക് മനസ്സിലായി 10-ന് മുകളിലുള്ള ഏത് സംഖ്യയാണ് മനസ്സിലായി. അപ്പം ഇതും വരത്തില്ല. ഇനി 12 ചെയ്യുമ്പോൾ എത്രയാണ്?
1840 കൂടെ 154 × 2 ചെയ്യുമ്പം 368 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് 2208 വരും. അപ്പം മനസ്സിലായി എന്താണ് 12 154 × 12 ചെയ്യുമ്പോഴാണ് 2208 വരുന്നത്. അപ്പം കറക്റ്റ് ആൻസർ 12%. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ പുള്ളിക്കാരത്തി എല്ലാവരോടും പറയുന്നത് 20% ലാഭത്തിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ 20% നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ 1/5 എന്ന് എഴുതാം. ഓൺ കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ ഈ 5 എന്നുള്ളത് കോസ്റ്റ് പ്രൈസ്. 5 രൂപയുടെ സാധനം 1 കൂട്ടി 6 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റേഷ്യോ എടുക്കുമ്പോൾ 5:6 വരും. ഇനി നമുക്ക് എന്താ 50 രൂപയുടെ സാധനം 60 രൂപയ്ക്കാണ് വിൽക്കുന്നത് നോക്കാം. ഇനി 1 കിലോയ്ക്ക് 1 രൂപയാണെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ 50 കിലോയുടെ സാധനം 60 കിലോയ്ക്ക് വിൽക്കുന്നതാണ്. ഇയാളെന്താ വെള്ളം വെയിറ്റിൽ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എത്രയാണ് 30% കള്ളത്തരം കാണിക്കുന്നത്. അപ്പോൾ 50ൻ്റെ 30% എത്രയാണ് 30/100 ചെയ്യുമ്പം അയാൾ 15 കിലോയിലാണ് 50 കിലോ വിൽക്കുമ്പോൾ അയാൾ 15 കിലോയിലാണ് കള്ളത്തരം കാണിക്കുന്നത്. അപ്പം കള്ളത്തരം കാണിക്കുന്നത് 15 കിലോ കള്ളത്തരം കാണിക്കും. 15 കിലോ കുറച്ചേ കൊടുക്കുകയുള്ളൂ. 50ൽ നിന്ന് 10 പോയാൽ 40, 40ൽ നിന്ന് 5 പോയാൽ 35 കിലോ ഇയാൾ കൊടുക്കുന്നുള്ളൂ. ശരിക്കും 50 കിലോ എന്ന് പറഞ്ഞ് 35 കിലോയാണ് കൊടുക്കുന്നത്. പക്ഷേ എന്താണ് 1 കിലോയ്ക്ക് 1 രൂപ വെച്ച് 60 രൂപയും വാങ്ങും. അപ്പോൾ ഇവിടെ ഇയാൾക്ക് ലാഭം കിട്ടുന്നത് എത്ര 25 രൂപയാണ് ലാഭം കിട്ടുന്നത്. പക്ഷേ എത്രയാണ് 35 രൂപയുടെ സാധനമേ പോകുന്നുള്ളൂ. 25/35 × 100 ചെയ്യുക. രണ്ട് സൈഡിൽ ഞാൻ 5 കൊണ്ട് കിട്ടുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 7 വരും. 5/7 × 100 ചെയ്യും. 5/7ൻ്റെ വാല്യൂ നമ്മൾ പെർസെൻറ്റേജ് ടേബിൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് 71 3/7 ഉത്തരം വരുന്നത്. 71 3/7 പെർസെൻറ്റേജിനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് 95% വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത് 5 94 320 കാരണം ഇതെന്താ ഇത് സെല്ലിംഗ് പ്രൈസാണ്. 95 എന്ന് പറയുന്നത് ലോസ് ഉണ്ടായതാണ്. അല്ല 5% ലോസ് ഉണ്ടായി. ഇപ്പോൾ ബാക്കി ഏതാ 95. ആ 95% വാല്യൂ ആണ് 59 4320. അതായത് 59,4320 എന്നുണ്ടായിരുന്നു. നമ്മൾ 100% കണ്ടുപിടിച്ചാൽ എന്താണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ട് 125%. 25% ലാഭത്തിന് വിൽക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന്. ഞാനിവിടെ രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടുക. അപ്പോൾ ഇവിടെ 19 ഇവിടെ എന്തായി 18,864 അപ്പം ഇതിലും എളുപ്പം എനിക്ക് തോന്നുന്നത് ചെയ്യാൻ എന്താണ് 125 വാല്യൂ നേരിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം 125 വാല്യൂ നേരിട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണ്ടേ 125 × 59432 ഡിവൈഡഡ് 95 ചെയ്യുക. 125 5 കൊണ്ട് വെട്ടിപ്പോകുമ്പോൾ എത്രയാണ് ഇവിടെ 19 വരും, ഇവിടെ 25 വരും. ഇനി എന്തേ രക്ഷയുള്ളൂ ഒന്ന് ഡിവൈഡ് ചെയ്യുക. 19 × 3 ചെയ്യുമ്പോൾ എത്രയാണ് 57 വരും. അപ്പോൾ ഇവിടെ 57 വരും. റിമൈൻഡർ എത്രയാണ് 3 വരും. റിമൈൻഡർ 3 അല്ല 2 വരും. 24 വരും. 4 19 ഒരു തവണ പോകുള്ളൂ. അപ്പം എത്രയാണ് 19 വരും. റിമൈൻഡർ പിന്നെ 5 വരും. 53 ആക്കി എടുക്കാം. 53ൽ എത്ര തവണ പോകുള്ളൂ 3 തവണ പോകില്ല, 2 തവണ പോകുള്ളൂ. 2 തവണ പോവും. എത്രയാണ് 38 വരുന്നത്. റിമൈൻഡർ പിന്നെ എന്താണ് 15 വരും. അപ്പം നേരത്തെ കിട്ടിയ റിമൈൻഡർ പിന്നെ 2 കൂടി എടുത്ത് കഴിയുമ്പോൾ 152 152 എത്താൻ എത്രയാണ് 19 × 8 ചെയ്യണം. 8 ചെയ്യുമ്പോൾ 152 തന്നെ കറക്റ്റ് വരും. അപ്പം ഇവിടെ 80 ഇട്ട് കൊടുത്തോളാം. അപ്പം 95 59 43 20 കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ്. × 25 കൂടെ ചെയ്താൽ ആൻസർ കിട്ടി. ഇത് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത് ചെയ്യുമ്പം 78 2000 ആൻസർ കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 1 എന്നുള്ളത് ഡബിൾ ആവാൻ 2 വർഷം അല്ല 1 എന്നുള്ളത് 2 ആവാൻ എത്ര വർഷം 10 വർഷം എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് 2 എന്നുള്ളത് 4 ആവാൻ പിന്നെ 10 വർഷം എടുക്കും.
അപ്പം ഇൻ ടോട്ടൽ എത്രയാണ്? 20 വർഷം എടുക്കും. ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 125 എന്നുള്ളത് എന്തായി? ഇനിഷ്യലി 125 എന്നുള്ളത് 216 അപ്പം അതെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ ഒരു സമ്മിൻ്റെ 216/125 പറഞ്ഞത്. അപ്പോൾ ഈ സമ്മ് 125 അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതൊന്നും വെട്ടിപ്പോയിട്ട് 125 എന്നുള്ള 216 നമുക്ക് എടുക്കാൻ പറ്റും. അത് 3 വർഷം കൊണ്ടായെന്നാണ് പറഞ്ഞത്. അതായത് 125 എന്നുള്ള 216 3 കൊല്ലം കൊണ്ടാണ്. 3 ഇയേഴ്സ് എടുത്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാകുന്നത്? ഇത് 5ൻ്റെ ക്യൂബും ഇത് 6ൻ്റെ ക്യൂബുമാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. 5 ക്യൂബ് 125, 6 ക്യൂബ് 216. അപ്പോൾ ക്യൂബ് കാണാൻ പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് 3 കൊല്ലമാണ് തന്നിട്ടുണ്ട്. അപ്പം 5 എന്നുള്ളത് 6 ഒരു വർഷത്തിൽ 5 എന്നുള്ളത് 6. അപ്പോൾ എത്രയാണ് കൂടുന്നത്? 1/5 കൂടും. 1/5ൻ്റെ വാല്യൂ എത്ര? 20%. ഇതാണ് ആൻസർ. കിടക്കുന്നു രണ്ടാമത് 20%. ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യന് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വന്നു. അതായത് എക്സ് ഇരട്ടിയാവാൻ ടി വർഷം എടുത്തെങ്കിൽ x⁻m ആവാൻ mt വർഷം എടുക്കും. ഇത് കാണാൻ പഠിച്ച് വെച്ചാൽ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അത് ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മുടെ കേസിൽ 2 ഇരട്ടിയാവാൻ എത്രയാണ്? 10 വർഷം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ അതായത് x⁻m എന്നുള്ള രീതിയിൽ നമുക്ക് തന്നേക്കുന്ന ഈ 4 എഴുതണം. അതെങ്ങനെയാണ്? അതായത് 2/2 എന്ന് എഴുതാം. എന്നാലല്ലേ 4 ആവുള്ളൂ. അപ്പം ഇത് x⁻m എന്ന് പറഞ്ഞ ഫോമിലായി ഇത്. അപ്പം x⁻m വർഷമാവാൻ mt വർഷം എടുക്കുന്നതാണ്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ 2 ആണ്. അപ്പം 2 × ടൈം എത്രയാണ്? 10. 2 × 10 20 കിട്ടും. ഈ സംഭവം അറിയാമെങ്കിൽ പെട്ടെന്ന് കിട്ടും. 2 സെക്കൻഡ് കൊണ്ട് കിട്ടും. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ 3 ടൈംസ് ആവാൻ ഇപ്പം ഒരു 4 വർഷം എടുക്കുമെന്ന് വെച്ചോ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 9 ടൈംസ് ആവാൻ എത്ര വർഷം എടുക്കുമെന്ന് ചോദിച്ചാൽ ഈ 3യുടെ ബേസിലേക്ക് കൊണ്ടുവരണം. അതായത് 9നെ 3യുടെ ബേസിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 3 ആവും. അപ്പം x⁻m എന്ന് പറഞ്ഞ് ഫോമിലേക്ക് ഇത് കൊണ്ടുവന്നു. അപ്പം എന്താണ്? എമ്മിൻ്റെ വാല്യൂ കിട്ടി. എമ്മിൻ്റെ വാല്യൂ എന്താ? 2 എന്ന് കിട്ടി. അപ്പം ഇവിടെ mt വർഷം എടുത്താൽ മതി. ടി എത്രയാണ്? 4 × 2 8 വർഷം എന്ന് കിട്ടും. ഈ സംഭവം അറിയാവുന്നതിൻ്റെ ഗുണം എന്താ? ഇങ്ങനെ ഈ വരച്ച് പോകണ്ട. ഇതിനകത്തേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി വാല്യൂസ്. അപ്പം എന്താ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇനി 11. ഇവിടെ എന്താ? p⁻q തന്നിട്ടുണ്ട് 1:2 എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, പിക്കും ക്യൂക്കും 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ. അതായത് p/qൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 1:2 എന്ന്. പിക്ക് 1ഉം ക്യൂക്ക് 2 ഇട്ട് കൊടുത്താൽ മതി. അതായത് 2 × 1 + 3 × 2/4 × 1 + 5 × 2. സോൾവ് ചെയ്യുമ്പോൾ എത്ര? ഇവിടെ മുകളിൽ 2 വരും, 6 വരും, താഴെ 4 വരും, 10 വരും. അതായത് 8/14 എന്ന് വരും. കിട്ടുമ്പോൾ എത്രയാണ്? 4/7. 4:7 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 90 എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 2:3. അങ്ങനെയാണെങ്കിൽ ഈ 2യുടെയും 3യുടെയും പാർട്ട് എത്രയായിട്ടാണ് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 5 പാർട്ട് എന്നുള്ളത് നമുക്ക് 90 എടുക്കാം. അപ്പം ഒരു പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 90/5 ചെയ്യണം. അപ്പം 19 ഒരു പാർട്ടിൻ്റെ വാല്യൂ. 18 ഒരു പാർട്ടിൻ്റെ വാല്യൂ. ഒരു പാർട്ടിൻ്റെ വാല്യൂ 18 കിട്ടിയാൽ 2 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 18 ഇരട്ടി എടുത്തോളാം, 36 വരും. ഇനി 3 പാർട്ടിൻ്റെ വാല്യൂ എത്രയാണ്? 18 × 3 ചെയ്യുമ്പം 54 വരും. ഇതാണ് 2 നമ്പർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്പോൾ ഇത് തന്നിരിക്കുന്നതെല്ലാം ഓരോരുത്തരുടെ വെയിറ്റാണ്. അവരുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൾ തന്നെ 22,450. ഇവിടെ എന്താണ്? 24,150.
പിന്നെ 24 750, 28 530. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 0 വരും, 5 10 15 18 വരും, 1 റിമൈൻഡർ, 5 5 8 13 13 1 14 14 1 18 വരും, പിന്നെ 1 റിമൈൻഡർ, 4 2 6 6 4 10 18 19 1 റിമൈൻഡർ, 1 2 3 4 8 1 9 വരും. ഇതാണ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്നത്. ഇതാണ് 5 പേരുടെയും കൂടെ സമം. 5 പേര് ഇല്ല, 4 പേരും ഒരാളുടെ മിസ്സായി പോയിട്ടോ. 25.150 മിസ്സായത്. ഇപ്പോൾ ഇവിടെ 0 13 1 റിമൈൻഡർ 10 പോയിൻ്റ് 1 റിമൈൻഡർ 15 റിമൈൻഡർ 125.03 എന്ന് വരും. ഇതാണ് 5 പേരുടെയും കൂടെ സമം. അപ്പം 125.03 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 25.006 വരും. അപ്പം എന്താ 25 കിലോ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഒരു ജോലി ചെയ്യാൻ 4 ദിവസം എടുക്കും, ബി അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. അപ്പോൾ ഇവർ രണ്ടുപേരുടെ LCM എത്രയാണ്? ഈ 8 തന്നെയാണ് LCM ആയിട്ട് വരുന്നത്. അപ്പം 8 LCM 8 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ 2 എയുടെ എഫിഷ്യൻസി 8/8 ചെയ്യുമ്പോൾ ബിയുടെ എഫിഷ്യൻസി 1 വരും. ഇവരെന്താണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ജോലി എടുക്കുന്നത്. ഫസ്റ്റ് ദിവസം എ വന്നാൽ സെക്കൻഡ് ദിവസം ബി വരും. അപ്പം 2 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് തീരും? എയുടെ 2 ബിയുടെ 1 3 യൂണിറ്റ് വർക്ക് 2 ദിവസം കൊണ്ട് തീരും. അപ്പോൾ 8 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 8 വെട്ടി പോവില്ല, അതായത് 3 × 2 വരും. 3 × 2 6 വരും. അപ്പോൾ 2 and 6 വന്നാൽ റിമൈൻഡർ എത്ര? 2/3 വരും. 2 and 2/3 ഇതുപോലത്തെ 2 and 2/3 സെറ്റ് വരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ. ഇപ്പം എന്താ 2 സെറ്റ് കഴിഞ്ഞു. ഇനി ഒരു 2/3 സെറ്റും കൂടെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ദിവസം, അതായത് തേർഡ് ആൻഡ് ഫോർത്ത് ദിവസം കൊണ്ട് എത്ര പണി തീരും? എയും ബിയും. ഇത് 3-ാമത്തെ ദിവസം, ഇത് 4-ാമത്തെ ദിവസം. 3-ാമത്തെ ദിവസം 2ഉം 4-ാമത്തെ ദിവസം 1ഉം ചെയ്യുമ്പോൾ ഇവിടെ 3 പണി തീരും. ഇനി 5-ാമത്തെ ദിവസം ആരാ വരുന്നത്? എയാ വരുന്നത്. എയുടെ എഫിഷ്യൻസി എത്ര? 2. അപ്പം ബാക്കിയുള്ള ഇവിടെ എത്ര? 3 3 6. 8ൽ 6 ജോലി തീർത്തു എന്നാൽ 4-ാമത്തെ ദിവസമായപ്പോൾ. ഇനി 5-ാമത്തെ ദിവസം വന്നപ്പം 2 ജോലി തീരാനുള്ളൂ. അത് എ വന്ന് കംപ്ലീറ്റ് ചെയ്യും. ശരിക്കും 5 ദിവസം കൊണ്ട് ജോലി തീർന്നു. നമുക്ക് ഇവിടെ കിട്ടി ഈ 2 എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റാണ്. ഈ 2 സെറ്റും കഴിഞ്ഞ് എന്താ 2/3 കൂടെ ബാക്കിയുണ്ടെന്നാണ് ഈ 2/3 സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? A+B ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 ദിവസം. അതുപോലെ B+Cക്ക് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? 100 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ബി തന്നെയാണെങ്കിൽ ആ ജോലി എത്ര? 140 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ചോദിച്ചേക്കുന്നില്ല A+C ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നത് ചോദിച്ചേക്കും. അപ്പോൾ ഇവരുടെ LCM എങ്ങനെ കാണാൻ പറ്റുന്നത്? 20-ൻ്റെയും 100-ൻ്റെ LCM എത്രയാണ്? 100 തന്നെയാണ്. ഇവിടെ 140 × 5 ചെയ്യുമ്പം 700, 100 × 7 ചെയ്യുമ്പം 700 വരുന്നത്. അപ്പോൾ LCM എത്ര? 700 വരും. അപ്പോൾ 700/20 ചെയ്യുമ്പം എത്രയാണ്? 0.8/70/2 35 A+Bയുടെ എഫിഷ്യൻസി. അതുപോലെ 700/100 ചെയ്യുമ്പം 7 B+Cയുടെ എഫിഷ്യൻസി വരും. അപ്പം 700/140 ചെയ്യുമ്പോൾ എന്താ? 0 വെട്ടിപ്പോയി 70/14 ചെയ്യുമ്പം ഇവിടെ എഫിഷ്യൻസി 5 വരും. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 5 B+Cയുടെ എഫിഷ്യൻസി 7 അതായത് B+Cയുടെ എഫിഷ്യൻസി 7 ബിയുടെ എഫിഷ്യൻസി 5 അപ്പം ഈ 7-ന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 2 എന്നാണ് കിട്ടുക. ഈ 2 ആരുടെയാണ്? സിയുടെ എഫിഷ്യൻസിയാണ് 2 വരുന്നത്. ഇനി A+Bയുടെ എഫിഷ്യൻസി അറിയാം. എത്രയാണ്? 35 ഇനി അതിനകത്ത് ബിയുടെ എഫിഷ്യൻസി കുറച്ചാൽ എത്രയാണ്? ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ
25-ന് 5 പോയാൽ എത്രയാണ്? 30 കിട്ടും. ഇതാണ് എയുടെ എഫിഷ്യൻസി. ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? A+C ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 30 കിട്ടും. ഇനി A+C ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? എയുടെ എഫിഷ്യൻസി 30-ഉം ബിയുടെ എഫിഷ്യൻസി രണ്ടും കൂടെ ആയിട്ട് എയുടെ എഫിഷ്യൻസി 30-ഉം സിയുടെ എഫിഷ്യൻസി രണ്ടുമായിട്ട് 32 എന്ന് വരും ടോട്ടൽ എഫിഷ്യൻസി. അവർ എടുക്കുന്ന ടൈം കാണാൻ എത്ര? 700 ഡിവൈഡഡ് ബൈ 32 ചെയ്താൽ മതി. മുകളിലും താഴെ 2 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? 350 ബൈ 16. ഒന്നുകൂടെ 2 കൊണ്ട് വേണ്ട, അപ്പം 175 ബൈ 8 വരും. ഇനി ഫർദർ ഡിവിഷൻ പോസിബിൾ ആണോ? 175 ബൈ 8 ആൻസർ വരുന്നത്. അപ്പം ഇതേ കിടക്കുന്നു, രണ്ടാമത് കിടക്കുന്നു. 175 ബൈ 8 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ 2 പേരല്ല 3 പേരാണ് ഓടുന്നത്. A, B and C സ്റ്റാർട്ടഡ് റണ്ണിങ് സൈമിൾട്ടേനിയസ്ലി. സ്റ്റാർട്ടിങ് ഫ്രം എ പോയിൻ്റ് ആണ്. അറൗണ്ട് എ സർക്കുലർ ട്രാക്ക് ഓഫ് ലെങ്ത് 900 മീറ്റർ. വിത്ത് റെസ്പെക്ട് ടു സ്പീഡ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ പെർ സെക്കൻഡ്, 6 മീറ്റർ പെർ സെക്കൻഡ്. ഇനി തന്നേക്കുന്ന കണ്ടീഷൻ അതായത് A and B റൺസ് ഇൻ ദ സെയിം ഡയറക്ഷനാണ്. പക്ഷേ എന്താണ്? C റൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അതർ ടു. അങ്ങനെയാണ് ആഫ്റ്റർ ഹൗ മച്ച് ടൈം വിൽ ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് വെച്ച്. അപ്പം സർക്കുലർ ട്രാക്ക് കൊണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. P പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് P എന്ന് എടുക്കാം. അപ്പം ഇത് A, ഇത് B, സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. ഒരാൾ 3 മീറ്റർ പെർ സെക്കൻഡ്, മറ്റേ ആൾ 5 മീറ്റർ പെർ സെക്കൻഡ്. അവരുടെ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 5-ന് 3 കുറയ്ക്കുക ചെയ്യേണ്ടത്, കാരണം സെയിം ഡയറക്ഷനിലോടും 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. നമുക്ക് ആദ്യം മീറ്റിംഗ് പോയിൻ്റ് ഓഫ് A and B കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 900 ബൈ 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 450 മീറ്ററിൽ ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യും. എയും ബിയും 450 മീറ്റർ മീറ്റ് ചെയ്യും. ഇനി അടുത്ത് ബിയും സിയും മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. ബിയും സിയും മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുമ്പം ഇങ്ങനെ തന്നെ വരും. 900 ബൈ 2 മീറ്റർ പെർ സെക്കൻഡ് അല്ല വരുന്നത്. കാരണം എന്താ? സി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. അത് എത്ര സ്പീഡിലാണ് ഓടുന്നത്? 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഓടുന്നത്. ബിയുടെ സ്പീഡ് 5-ഉം സിയുടെ സ്പീഡ് 6-ഉം 5-ഉം 6-ഉം കൂടെ കൂട്ടുമ്പോൾ 11 മീറ്റർ പെർ സെക്കൻഡ് വരുന്നത്. ഇത് വെട്ടിപ്പോകാൻ സ്ഥിതിക്ക് ഇതിങ്ങനെ തന്നെ എടുത്താൽ മതി. 900 ബൈ 11 മീറ്റർ പെർ സെക്കൻഡാണ് ബിയും സിയും കൂടെ. മീറ്റർ പെർ സെക്കൻഡല്ല, 900 ബൈ 11 സെക്കൻഡാണ് ബിയും സിയും കൂടെ മീറ്റിംഗ് പോയിൻ്റ്. എയുടെയും ബിയുടെയും കിട്ടി, ബിയുടെയും സിയുടെയും കിട്ടി. പിന്നെ ഇതിൻ്റെ LCM എടുത്താൽ മതി. അതായത് 2 ടൈം കിട്ടിയിട്ടുണ്ട്, 450 സെക്കൻഡും അതുപോലെ 900 ബൈ 11 കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും സെക്കൻഡിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ LCM എടുത്താൽ നമുക്ക് എന്താണ് ഇതിൻ്റെ മീറ്റിംഗ്, ഇവർ 3 പേരും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടും. LCM എടുക്കാൻ എളുപ്പമാണ്. 450 ബൈ 1 എന്ന് എടുത്തോളാം. അതായത് ഒരു ഫ്രാക്ഷൻ്റെ LCM എടുക്കുമ്പോൾ എങ്ങനെയാണ്? LCM ഓഫ് ദ ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ദ ഡിനോമിനേറ്ററാണ്. അപ്പം 40-ൻ്റെ 900-ൻ്റെ LCM എത്രയാണ്? 900 തന്നെയാണ്. കാരണം എന്താ? 450 × 2 ചെയ്യുമ്പോഴാണ് 900 വരുന്നത്. അതുപോലെ HCF ഓഫ് 11 and 1 എന്ന് പറയുന്നത് എന്താ? അവർക്ക് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് HCF ഓഫ് 11 and 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതായത് 900 തന്നെയാണ് അവർ രണ്ടുപേരുടെ മീറ്റിംഗ് പോയിൻ്റ്. 900 സെക്കൻഡ് തന്നെയാണ് മീറ്റിംഗ് പോയിൻ്റ്. അപ്പം നമുക്ക് തന്നേക്കുന്നതെല്ലാം മിനിറ്റിലാണ്. അപ്പം × 1/60 ചെയ്യുക, മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2 സൈഡിൽ 3 കൊണ്ട് കിട്ടുമ്പോൾ എത്രയാണ്? ഇവിടെ 2 വരും. 90 ബൈ 3 ചെയ്യുമ്പോൾ എത്രയാണ്? 30 വരും. 30 ബൈ 2 ചെയ്യുമ്പോൾ 15 വരും. അപ്പോൾ 15 മിനിറ്റ് എന്ന് കിട്ടും. ഇതാണ് ആൻസർ. കിടക്കും മൂന്നാമത് 5 മിനിറ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 1 കിലോമീറ്റർ റേസിൽ A എന്താ 4 മിനിറ്റ് എടുക്കും. B അതേ 1 കിലോമീറ്റർ ഓടാൻ എന്താ 4 മിനിറ്റ് 10 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണ് ബൈ വാട്ട് ബീറ്റ് B ഇൻ 1 കിലോമീറ്റർ റേസ് എന്ന് പറയുന്നത്. 1 കിലോമീറ്റർ റേസിൽ
എയും ബിയും ഫിനിഷ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര മീറ്ററാണ്. അപ്പം ടൈമിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? A/B. ടൈമിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4 മിനിറ്റാണ്. 4 മിനിറ്റിനെ സെക്കൻഡിലോട്ടാക്കുമ്പോൾ 4 × 60 ചെയ്യുമ്പോൾ എത്രയാണ്? 240. അതായത് 6 4 24, ഒരു 0 ഇട്ട് കൊടുത്തത്. പിന്നെ ഇയാൾ 10 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നതാണ്. അപ്പം 250 സെക്കൻഡ് ആവും. അപ്പം ഇത് വെട്ടിപ്പോവും. അപ്പം സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പം ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് 1 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡായിരിക്കും. അപ്പം ഇതെടുത്ത് തിരിച്ചിട്ടാൽ മതി. അതായത് 25:24 ആയിരിക്കും ഇവരുടെ സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇവർ 1 കിലോമീറ്റർ റേസ് ഓടുക. അപ്പം 1 കിലോമീറ്റർ റേസ് ഇവർ ഓടുമ്പം ഇവർ ഒന്നിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് 1 കിലോമീറ്റർ ആണെന്ന് വെച്ചോളൂ. 1 കിലോമീറ്ററായി. ഇവർ ഒന്നിച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടുപേരുടെയും സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഒരാൾ 25 കിലോമീറ്ററും ഒരാൾ 24 കിലോമീറ്റർ സ്പീഡിലോ 24 യൂണിറ്റ് സ്പീഡിലോ ഓടുന്നതെന്ന് വിചാരിച്ചു പോകും. ഈ റേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടൈം കോൺസ്റ്റൻ്റാണ്. കാരണം ഇവർ ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരേ സമയത്താണ് ഫിനിഷ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് എടുത്ത പോലെ എടുക്കാം. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ടൈം കോൺസ്റ്റൻ്റ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസാണ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ കാര്യം വരുമ്പോൾ എത്രയാണ്? 25:24 ആയിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അതായത് A 25 കിലോമീറ്റർ അല്ലെങ്കിൽ 25 യൂണിറ്റ് ഓടുമ്പം B എന്താണ്? 24 യൂണിറ്റ് ഓടുന്നുള്ളൂ. A ഫിനിഷ് ചെയ്ത് കഴിയുമ്പം എത്ര? 1000 മീറ്റർ ഓടും. അതായത് 1 കിലോമീറ്റർ ഓടും. അതായത് 25ൻ്റെ യൂണിറ്റ് എത്ര? 1000 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1 യൂണിറ്റിൻ്റെ വാല്യൂ 40 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 24 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 960 വരും. അപ്പം A 1000 മീറ്റർ ഓടുമ്പോൾ B എത്ര മീറ്റർ ഓടുന്നുണ്ട്? 960 മീറ്റർ ഓടുന്നുണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? 40 മീറ്റർ കിട്ടും. അതാണ് കറക്റ്റ് ആൻസർ. ആദ്യം തന്നെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണുവാണ് ഒന്നുകൂടെ മനസ്സിലാവും. ആദ്യം റേഷ്യോ എടുത്തു, A/B റേഷ്യോ എടുത്തു. നമുക്ക് തന്നേക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ് എത്രയാണ്? 240 സെക്കൻഡും 240 സെക്കൻഡും 250 സെക്കൻഡും. ഇത്രയും കാര്യം പറയുന്നത് 1 കിലോമീറ്റർ റേസിലെ കാര്യം പറയുന്നത്. അപ്പം അവിടെ 1 കിലോമീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ്. അതുകൊണ്ട് നമുക്കെന്താ സ്പീഡിൻ്റെ റേഷ്യോയിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണ്? ഇതെടുത്ത് തിരിച്ചിട്ടാൽ മതി. കാരണം സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതെടുത്ത് തിരിച്ചിടാൻ പറ്റുന്നത്. 25:24 എന്നുള്ളത്. നമ്മളോട് ഇവർ 1 കിലോമീറ്റർ റേസ് വെക്കുന്നത്തെ കാര്യം പറയുന്നത്. അപ്പോൾ സ്പീഡ് ഇതാന്ന് കിട്ടി. ഈ സ്പീഡ് വെച്ചാണ് ഇവരിനി 1 കിലോമീറ്റർ റേസ് വെക്കുന്നത്. 1 കിലോമീറ്റർ റേസ് വെക്കുമ്പം ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? ടൈം രണ്ടുപേരുടെയും കോൺസ്റ്റൻ്റാണ്. അപ്പം ടൈം കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ടൈം കോൺസ്റ്റൻ്റാണ്. കാരണം ഇവർ ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റേസ് വയ്ക്കുമ്പം അതല്ലേ നിയമം ശരിക്കും. രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ നിയമം. അപ്പം ടൈം കോൺസ്റ്റൻ്റ്. അപ്പം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ 25:24 വരും. പിന്നെന്താ ഈ 25ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത്. എത്രയാണ്? 1000 മീറ്ററിന്. അപ്പം 1 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 40 എന്ന് കിട്ടും. അപ്പോൾ 24 യൂണിറ്റിൻ്റെ കാണാൻ എന്താ ചെയ്യേണ്ടത്? 24 × 40 ചെയ്യുക. അപ്പം 24 × 40 ചെയ്യുക. അപ്പം 960 കിട്ടും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 40 മീറ്ററും കിട്ടും. അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. പിന്നെന്താ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 72 കിലോമീറ്റർ 60 മിനിറ്റ് ആട്ടോ. അത് 60 മിനിറ്റ് ആട്ടോ. ഇൻ 60 മിനിറ്റ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബസ് ഇൻ km/h എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 72/1 72 km/h. കളിയാക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഓപ്ഷൻ സി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഹെമിസ്ഫിയറിനെ മാറ്റി കോണാക്കുക. കാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഹെമിസ്ഫിയറിൻ്റെ വോളിയം കോണിൻ്റെ വോളിയം സെയിം ആയിരിക്കും. വോളിയം ഓഫ് എ ഹെമിസ്ഫിയർ എത്ര? 2/3 r³ എന്ത്
ഹെമിസ്ഫിയറിൻ്റെ വോളിയം അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ വരും. എച്ചും കൂടെ ഉണ്ട്, 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് ദ കോൺ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. അതായത് 2/3 ഇൻറ്റു 22/7 ഇൻറ്റു ആർ എത്രയാണ് 5 ആണ്. അപ്പം 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എടുത്തോളാം ഈക്വൽ ടു 1/3 ഇൻറ്റു 22/7 ഇൻറ്റു ആറിന് എങ്ങനെ എടുത്തോളാം ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 75 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 22/7 വെട്ടി പോകും, 3യും കട്ട് ചെയ്ത് പോകും. 75ഉം 5ഉം കൂടെ പോകുമ്പോൾ അവിടെ 15 ആവും. 15ഉം ഒരു 5 കൂടെ പോകുമ്പോൾ 3 ആവും. ബാക്കിയുള്ളതെല്ലാം എടുത്ത് എഴുതുമ്പോൾ എത്ര 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 3 ആവും. വേറെ ഒന്നുമില്ലല്ലോ, ബൈ ഒരു 7 ഉണ്ടല്ലോ അല്ലേ? ഇല്ല, ബൈ 7 ഇല്ല. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാവും 5 ഇൻറ്റു 2 10/3 വരും. ഇത് ചെയ്യുമ്പോൾ എത്ര 3.333 എന്ന് വരും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ √3.33 എന്ന് വരും. √3യുടെ വാല്യൂ ഏകദേശം എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് ഈക്വൽ ടു 1.7 ആണ്. 1.7 അടുത്ത് വരുന്ന വാല്യൂ ഏതാ? 1.4 ഇല്ല, 1.5 ഇല്ല, 0.2 ഇല്ല, 1.8 ആണ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് ചെയ്യാം. ഈ ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ഈ റെക്റ്റാങ്കിളിലെ ഏരിയ, ഈ ട്രയാങ്കിളിലെ ഏരിയ കുറയ്ക്കുന്നതാണ് നമുക്ക് വേണ്ട ഏരിയ. അപ്പം ഈ മൊത്തം ലെങ്ത് എ സി എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത് തന്നിട്ടുണ്ട് 90 തന്നിട്ടുണ്ട്. പിന്നെ ഇ ഡി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാണ് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം 10ന്ന് 90ന്ന് 10 പോയാൽ എത്ര 80 കിട്ടും. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്നത് എത്ര 80 കിട്ടും. എഫിൻ്റെയും സി ഡിയുടെയും വാല്യൂ തന്നിട്ട് എത്ര 20 തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ എത്രയാണ് 90 ഇൻറ്റു 20 ചെയ്താൽ മതി. ഇതാണ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ വരുന്നത്. ഇത് മൈനസ് വരും, എന്താണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ എത്ര ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്ര 80 ഇൻറ്റു ഹൈറ്റ് എത്ര ഈ ഹൈറ്റ് തന്നെയാണ് ട്രയാങ്കിൾ ഹൈറ്റും വരുന്നത്. അപ്പം 20 വരും. അപ്പം ഇവിടെ 10 90 ഇൻറ്റു 20 ചെയ്യുമ്പോൾ എത്ര 1800 വരും. 1800ന്ന് എത്ര 8 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 800 കുറയ്ക്കണം. അപ്പം 1000 കിട്ടും. 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അപ്പോൾ എന്താ 17-ാം തീയതിയിലത്തെ ഷിഫ്റ്റ് 3 ഫുള്ള് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യനായിരുന്നു ഇത്, ഫുള്ള് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു.